എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പി കെ ലേണിംഗ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ശ്രുതി. നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോമ്പൗണ്ട് വേർഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വൊക്കാബുലറി സീരീസ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. സിനണിംസ്, ആന്റണിംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇഡിയംസ്, അല്ലെ, പ്രിഫിക്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സഫിക്സ്, പ്രിഫിക്സ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇതേപോലെയുള്ള നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോമ്പൗണ്ട് വേർഡ്സ് ആണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കും അതേപോലെ തന്നെ PSC ചോദിക്കാറുള്ള അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതെല്ലാം നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു പോവാം അല്ലെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ഈ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? എന്താ ഈ കോമ്പൗണ്ട് വേർഡ്? ആ പേരിൽ തന്നെ നമുക്ക് കിട്ടും അല്ലെ. രണ്ടോ അതിലധികമോ വേർഡ്സുകൾ കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോ നമുക്ക് പുതിയൊരു വേർഡ് കിട്ടും. ആ പുതിയൊരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാ. ഒന്നുകൂടെ, രണ്ടോ അതിലധികമോ വേർഡ്സുകൾ കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ന്യൂ വേർഡ് കിട്ടും. ആ ന്യൂ വേർഡിന് ഡിഫറെന്റ് മീനിങ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. നമുക്ക് നോക്കാം. കോമ്പൗണ്ട് വേർഡ്സ് ആർ വേർഡ്സ് ദാറ്റ് ആർ ഫോംഡ് ബൈ കമ്പൈനിങ് ടു ഓർ മോർ വേർഡ്സ്. രണ്ടോ അതിലധികമോ വേർഡ്സ് കൂടിയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേർഡിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം അല്ലെ. ദേ ക്യാൻ ബി റിട്ടൺ ആസ് വൺ വേർഡ്, സെപ്പറേറ്റഡ് ബൈ എ ഹൈഫൻ ഓർ ആസ് സെപ്പറേറ്റ് വേർഡ്സ്. അപ്പൊ ഇതിന് നമുക്ക് ഒരു ഒറ്റ വേർഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഹൈഫൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ സെപ്പറേറ്റ് വേർഡ്സുകളായിട്ട് നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കയറാം. അപ്പൊ ഇത്രയും മനസ്സിലാക്കി വെക്കുക. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടോ അതിലധികമോ വേർഡ്സുകൾ കൂടിയിട്ട് കമ്പൈൻ ചെയ്ത് നമുക്കൊരു പുതിയ വേർഡ് കിട്ടുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയാ? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ഐസ്ക്രീം അല്ലെ. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ വാക്കുകളുണ്ട്? ഐസും ഉണ്ട്, ക്രീമും ഉണ്ട് അല്ലെ. അപ്പൊ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡും ഉണ്ട്, ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള വേറെ വേർഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ് കിട്ടിയത് അല്ലെ. അപ്പൊ ഐസിന്റെയും ക്രീമും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു വേർഡ് കിട്ടി. അതാണ് നമ്മുടെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ ഐസിന് ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ട്, അതേപോലെ തന്നെ ക്രീം എന്ന് പറഞ്ഞാലും അവിടെ ഒരു മീനിങ് ഉണ്ട് അല്ലെ. വെറുതെ രണ്ട് വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൂട്ടി യോജിപ്പിച്ച് വെച്ചേക്കല്ല, ആ രണ്ട് വാക്കുകൾക്കും മീനിങ് ഉള്ള വാക്കുകളാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള രണ്ട് വേർഡ്സ് കമ്പൈൻ ചെയ്ത്, രണ്ടോ അതിലധികമോ വേർഡ്സുകൾ കമ്പൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ, ബട്ടർഫ്ലൈ. അപ്പൊ എങ്ങനെ പറയാൻ പറ്റും? ബട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, ഫ്ലൈ ഉണ്ട് അല്ലെ. ഓക്കെ, കണ്ടോ, ഇവിടെ ഒരുമിച്ചാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് അല്ലെ, സ്പേസ് ഒന്നും ഇല്ല. ബട്ടർഫ്ലൈ. ഓക്കെ, ഇനി ബർത്ത്ഡേ ആണെങ്കിലോ, ബർത്തും ഡേയും ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ബർത്ത്ഡേ എന്ന് കിട്ടി. ഫയർഫ്ലൈ, മനസ്സിലാവുന്നുണ്ടോ? ഫയറിന് ഒരു മീനിങ് ഉണ്ട്, ഫ്ലൈക്ക് മീനിങ് ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഫയർ ഫ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വേർഡ് കിട്ടി. ടൂത്ത് പേസ്റ്റ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ കോമ്പൗണ്ട് വേർഡ്സിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. ടൂത്തും ഉണ്ട്, പേസ്റ്റും ഉണ്ട് അല്ലെ. മെയിൽ ബോക്സ്. മെയിലും ബോക്സും, മെയിലിന് മീനിങ് ഉണ്ട്, ബോക്സിന് മീനിങ് ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? മെയിൽ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് കിട്ടി. റെയിൻബോ അല്ലെ, റെയിനും ബോയും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കോമ്പൗണ്ട് വേർഡ്സിന്റെ എക്സാമ്പിളുകൾ കേട്ടോ. ഇനി കൂടുതൽ ഡീറ്റെയിലേക്ക് കയറുകയാണ്. ഇനി നമുക്കൊരു വേർഡ് നോക്കാം. ഓക്കെ, കുറച്ച് എക്സാമ്പിൾ നോക്കാം. അതിൽ ഫസ്റ്റ് വൺ നോക്കിയേ, ഡിസ്ലൈക്ക്. ഈ ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണോ? അതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേ. ഡിസ്ലൈക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചിട്ട് ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണോ? അല്ല അല്ലെ. കാരണം എന്താ? ഡിസ്ലൈക്കിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഡിസും ലൈക്കും അല്ലെ, രണ്ട് വേർഡ് പോലെ. പക്ഷെ ഈ ഡിസിന് ഒരു പ്രത്യേക മീനിങ് ഉണ്ടോ? ഒരു കംപ്ലീറ്റ് മീനിങ് ഉണ്ടോ? നമ്മുടെ റെയിൻബോ എന്നൊക്കെ പറഞ്ഞ പോലെ, റെയിൻബോ എന്ന് പറയുമ്പോൾ റെയിനിന് ഒരു മീനിങ് ഉണ്ട്, ബോയ്ക്ക് ഒരു മീനിങ് ഉണ്ട് അല്ലെ. അതേപോലെ ഡിസ്ലൈക്കിന് ഓരോ വേർഡിനും മീനിങ് ഉണ്ടോ? ലൈക്കിന് മീനിങ് ഉണ്ട്, ഡിസിന് ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഡിസ്ലൈക്ക് എന്ന് പറയുന്നത് അത് കോമ്പൗണ്ട് വേർഡ് അല്ല. മനസ്സിലായോ? ഓക്കെ അല്ലേ. അപ്പൊ ഇതേപോലെ പ്രിഫിക്സ് പോലെ നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ, പ്രിഫിക്സ് പോലെയൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെ. അൺ അല്ലെങ്കിൽ ഡിസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നലെ പഠിച്ചിരുന്നു അല്ലെ. പ്രിഫിക്സും സഫിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇതേപോലെ പ്രിഫിക്സും സഫിക്സ് ഒക്കെ വരുന്ന കേസുകളാണെങ്കിൽ അത് കോമ്പൗണ്ട് വേർഡ് അല്ല. കാരണം അവിടെ മീനിങ് കിട്ടുന്നില്ല അല്ലെ. ഡിസും ലൈക്കും ആണ് വന്നിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്. ഇതൊരു കോമ്പൗണ്ട് വേർഡ് അല്ല.
ഇനി മെയിൽ ബോക്സ് ആണെങ്കിലോ, മെയിലിനൊരു മീനിങ് ഉണ്ട്, ബോക്സിന് മീനിങ് ഉണ്ട് അല്ലെ. അപ്പൊ മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാല് നമുക്കതിനെ രണ്ട് വേർഡ് ആയിട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് വേർഡ് കൂടിയിട്ട് കൂടി ചേർന്ന് വന്നിട്ടുള്ള ഒരു വേർഡ് ആണ് മെയിൽ ബോക്സ് എന്ന് പറയുന്നത്. അതിന് ഓരോ വേർഡിനും മീനിങ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് എ കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, അപ്പൊ മെയിൽ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് വേർഡ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഇൻസൈഡ്. ഇൻസൈഡ് എന്ന് പറയുമ്പോഴോ, ഇൻസൈഡ് എന്താണത്? അത് കോമ്പൗണ്ട് വേർഡ് ആണ് അല്ലെ. കാരണം ഇൻ എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് അല്ലെ. ഇൻ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ്. ആ ഇന്നിന് ഒരു മീനിങ് ഉണ്ട് അല്ലെ, കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു പ്രപ്പോസിഷൻ ആണ് ഇൻ എന്ന് പറയുന്നത്, ശരിയല്ലേ? അതേപോലെ തന്നെ സൈഡ് എന്ന് പറഞ്ഞാലും അവിടെ നമുക്ക് മീനിങ് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ രണ്ട് വേർഡ്സുകളാണ് ഒരു പുതിയൊരു വേർഡ് അതിൽ നിന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ്. സോ ദാറ്റ് ഇസ് എ കോമ്പൗണ്ട് വേർഡ്. ഇൻസൈഡ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണ്. അപ്ലിഫ്റ്റ് ഇതേപോലെ തന്നെ അപ്പിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്, ലിഫ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അപ്ലിഫ്റ്റ് എന്ന് പറഞ്ഞാലും ദാറ്റ് ഇസ് ഓൾസോ എ കോമ്പൗണ്ട് വേർഡ്. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങക്ക് അല്ലെ? അതായത് രണ്ട് വാക്കുകളായിരിക്കണം, ആ രണ്ട് വേർഡ്സിനും മീനിങ് ഉണ്ടായിരിക്കണം, അല്ലാതെ വെറുതെ ഇങ്ങനെ ഡിസ് പോലെയോ അങ്ങനെ നിൽക്കരുതെന്ന്. മനസ്സിലായോ? ഇനി ടെലിഫോൺ നോക്കുകയാണെങ്കിൽ, ടെലിഫോൺ നോക്കുമ്പോ എങ്ങനെയാ? ടെലി ഉണ്ട്, ഫോൺ ഉണ്ട് അല്ലെ. ടെലിക്ക് കംപ്ലീറ്റ് മീനിങ് ഉണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ചിട്ട് പറഞ്ഞേ, ടെലിക്ക് കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടോ? നമ്മുടെ മെയിൽ ബോക്സും ഐസ്ക്രീം എന്നൊക്കെ പറഞ്ഞ പോലെ ഇല്ല അല്ലെ. അപ്പൊ ടെലി എന്ന് പറയുമ്പോ അതിന് നമുക്ക് കംപ്ലീറ്റ് മീനിങ് ഉള്ള ഒരു വേർഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒന്നാണ്. സോ ടെലിഫോൺ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് നോട്ട് എ കോമ്പൗണ്ട് വേർഡ്, അതൊരു കോമ്പൗണ്ട് വേർഡ് അല്ല. കിട്ടുന്നുണ്ടല്ലോ. ഇനി എക്കോ ഫ്രണ്ട്ലി. എക്കോ ഫ്രണ്ട്ലിനകത്തും നമുക്ക് നോക്കുകയാണെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താ, എക്കോ ഉണ്ട്, പിന്നെ ഫ്രണ്ട് ഉണ്ട്, പിന്നെ എൽ വൈ അല്ലെ. ഒരു എൽ വൈ ഒരു സഫിക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫ്രണ്ടിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്. എക്കോ എന്ന് പറയുമ്പോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും എക്കോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ആ എക്കോന്റെ സ്പെല്ലിംഗ് എന്താ? ECHO ആണ് അല്ലെ. അത് ECHO എന്നുള്ള എക്കോ ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ? ECO ആണ്. ഓക്കെ, അപ്പൊ എക്കോ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് കോമ്പൗണ്ട് വേർഡ് ആണോ? അല്ല. കാരണം ഇവിടെ ECO എന്ന് പറഞ്ഞിട്ടുള്ള എക്കോയ്ക്ക് മീനിങ് ഇല്ല, LY എന്ന് പറഞ്ഞിട്ടുള്ള സഫിക്സിനും മീനിങ് ഇല്ല. ക്ലിയർ ആണല്ലോ. അപ്പൊ എക്കോ ഫ്രണ്ട്ലി കോമ്പൗണ്ട് വേർഡ് ആണോ? അല്ല. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാല് വെറുതെ രണ്ട് വേർഡുകൾ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു പുതിയ വേർഡ് കിട്ടുന്ന പരിപാടിയല്ല, ആ രണ്ട് വേർഡ്സിനും മീനിങ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. നമ്മുടെ കോമ്പൗണ്ട് വേർഡ്സ് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇറ്റ് ഇസ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഈ പേരൊന്നും കേട്ട് പേടിക്കണ്ട കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാ. നിങ്ങൾ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. അപ്പോ അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് ഡെഫിനേഷനിലേക്ക് കയറാം. ബുക്ക് ഷെൽഫ്, ടൂത്ത് ബ്രഷ്, ബർത്ത്ഡേ. അപ്പൊ ബുക്ക് ഷെൽഫ് എന്ന് പറയുമ്പോൾ ബുക്ക് എന്നുള്ള വേർഡ് ഉണ്ട്, ഷെൽഫ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് ഒരുമിച്ച് വന്നേക്കാണ് ക്ലോസ്ഡ് ആയിട്ട്, ഇതിനിടയിൽ സ്പേസ് ഒന്നും ഇല്ല അല്ലെ. ബുക്കിന്റെയും ഷെൽഫിന്റെ ഇടയിൽ സ്പേസ് ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയാം. എന്താ പറയാ? ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ നോക്കാം. ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് ആർ വേർഡ്സ് റിട്ടൺ ആസ് എ സിംഗിൾ വേർഡ്. ഇതിനെ നമ്മളൊരു സിംഗിൾ വേർഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത് അല്ലെ. ബുക്ക് ഷെൽഫ് എന്ന് പറയുമ്പോൾ സ്പേസ് ഒന്നുമില്ല, അതിനെ നമ്മളൊരു സിംഗിൾ വേർഡ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി വിതൗട്ട് സ്പേസസ് ഓർ ഹൈഫൻസ്, സ്പേസും ഇല്ല ഹൈഫൻസ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ അതിന്റെ എക്സാമ്പിളുകൾ ഉണ്ടോ? എന്തൊക്കെയാണ്? ബുക്ക് ഷെൽഫ് ഉണ്ട്, ടൂത്ത് ബ്രഷ് ഉണ്ട്, ബർത്ത്ഡേ, ഇതെല്ലാം അതിന്റെ എക്സാമ്പിളുകളാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ടൂത്തും ബ്രഷും അല്ലെ കമ്പൈൻ ചെയ്ത് ടൂത്ത് ബ്രഷ്. ബർത്ത് ഡേ കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ, ഇനി അടുത്തതാണ് ഹൈഫിനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. ഓക്കെ, എന്താ ഈ ഹൈഫിനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാല്? ഹൈഫൻ യൂസ് ചെയ്യും അല്ലെ. അപ്പൊ അതെവിടെ നോക്കിയേ, സെൽഫ് പോർട്രേറ്റ്, മെറി ഗോ റൗണ്ട്, വെൽ ബീയിങ്. ഇതിനിടയിലൊക്കെ ഒരു ഹൈഫൻ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ രണ്ട് ഡിഫറെന്റ് വേർഡ്സുകൾ അത് കമ്പൈൻ ചെയ്ത് പുതിയൊരു വേർഡ് വന്നിട്ടുണ്ട്, അതിനിടയിൽ ഒരു ഹൈഫനും വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയാ? ഹൈഫിനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എക്സാമ്പിളുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു നോക്കിയേ. ഇപ്പൊ ഏതാ? മദർ ഇൻ ലോ, ഫാദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ അല്ലെ. ഇതൊക്കെ ഈ പറഞ്ഞിട്ടുള്ള ഹൈഫിനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സിന്റെ എക്സാമ്പിളുകളാണ്. പിന്നെ എപ്പോഴും രണ്ട് വേർഡ്സ് തന്നെ ആവണം എന്നില്ല കേട്ടോ. ഇവിടെ കണ്ടോ, മെറി ഗോ റൗണ്ട്, രണ്ടോ അതിലധികമോ വേർഡ്സുകൾ കൂടി കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്ന ഒരു പുതിയ വേർഡിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയാം.
ഓക്കെ, അപ്പൊ ഓരോ വേർഡിനും അതിൻ്റെതായിട്ടുള്ള മീനിങ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ മെറി ഗോ റൗണ്ട് അല്ലെ, മെറി എന്ന് പറഞ്ഞാൽ ഹാപ്പി, ഗോയ്ക്ക് മീനിങ് ഉണ്ട്, റൗണ്ട്, വെൽ ബീയിങ്. അപ്പൊ ഇതേപോലെ വേർഡ്സിനെ സെപ്പറേറ്റ് നോക്കുമ്പോൾ അതിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്. എന്താ ഈ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്? എക്സാമ്പിൾ നോക്കിക്കോളൂ. പോസ്റ്റ് ഓഫീസ് അല്ലെ, പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോൾ പോസ്റ്റും ഓഫീസും, പക്ഷെ ഇതിനിടയിൽ ഒരു സ്പേസ് കണ്ടോ? അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയാ? അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് പറയാ. ഈ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് റിട്ടൺ ആസ് സെപ്പറേറ്റ് വേർഡ്സ്, കണ്ടോ, സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, വിത്തൗട്ട് ഹൈഫൻസ്. ഹൈഫൻസ് വരാൻ പാടില്ല. ഹൈഫൻസ് ഒന്നും നമ്മൾ അതിനെന്താ പറയാ? ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയും അല്ലെ. അപ്പൊ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സിനകത്ത് ഹൈഫൻ വരാൻ പാടില്ല. അതേപോലെ തന്നെ അതിനെ സെപ്പറേറ്റ് ആയിട്ടാണ്, സെപ്പറേറ്റ് വേർഡ്സുകളായിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കോമ്പൗണ്ട് വേർഡ്സ്. ഇനി നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് എക്സാമ്പിളുകൾ കൂടെ പഠിച്ച് സെറ്റ് ആക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ വെറുതെ രണ്ട് വാക്കുകളൊന്നും അല്ല കേട്ടോ, രണ്ടോ അതിലധികമോ വാക്കുകൾ വെറുതെ വന്നിട്ട് കാര്യമില്ല, അതിന് മീനിങ് ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോമ്പൗണ്ട് വേർഡ്സ്. അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ്, അതേപോലെ തന്നെ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ്. ഓക്കെ, അപ്പോ ഇനി നിങ്ങളും കൂടെ ഒന്ന് ഉഷാറായിട്ട് ഒന്ന് ആൻസർ ചെയ്യുക കേട്ടോ. കമന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. പോരട്ടെ, ഫൈൻഡ് ദി കോമ്പൗണ്ട് വേർഡ്. ഇവിടെ നമുക്ക് 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ PSC ചോദിച്ചിട്ടുള്ളതാണ്, ഇതെല്ലാം PYQ ആണ്. ഇതിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പറയാവോ? ഇതിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ്? ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ പറ്റണം, അതിന് കംപ്ലീറ്റ് മീനിങ് കിട്ടണം അല്ലെ. അപ്പൊ പലർക്കും കിട്ടിയിട്ടുണ്ടാവും ആൻസർ എന്താ? റെയിൻബോ ആണ് അല്ലെ. റെയിൻബോ എന്ന് പറയുമ്പോൾ റെയിൻ എന്നുള്ള വാക്കുണ്ട്, ബോ എന്നുള്ള വാക്കുണ്ട്, രണ്ടിനും മീനിങ് ഉണ്ട് അല്ലെ. റെയിനും മീനിങ് ഉണ്ട്, ബോയ്ക്കും മീനിങ് ഉണ്ട്. ഇനി ബ്യൂട്ടിഫുൾ, ആരെങ്കിലൊക്കെ ബ്യൂട്ടിഫുൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ബ്യൂട്ടി എന്ന് പറയുമ്പോഴേ നമ്മുടെ ബ്യൂട്ടിയുടെ സ്പെല്ലിംഗ് എന്താ? TI അല്ല അല്ലെ, TY എന്ന് വരണ്ടേ. അപ്പൊ ഇത് പറ്റുമോ? ഇല്ല അല്ലെ, സ്പെല്ലിംഗ് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ പറ്റില്ല. യെസ്റ്ററും ഡേയും, യെസ്റ്റർ എന്നൊക്കെ മീനിങ് ഉണ്ടോ? ഇല്ല. സീനെ നമുക്ക് പിന്നെ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ ആൻസർ കിട്ടിക്കഴിഞ്ഞു. നമ്മുടെ ആൻസർ എന്താണ്? റെയിൻബോ. ഓക്കെ, അപ്പൊ ഇതിലത്തെ കോമ്പൗണ്ട് വേർഡ് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് റെയിൻബോ. സെറ്റ് ആണല്ലോ? ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ഒക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോ ഇനി അടുത്തേക്ക് കയറാം. ആൻ എക്സാമ്പിൾ ഓഫ് കോമ്പൗണ്ട് വേർഡ്. നമുക്കിവിടെ 4 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് നമ്മുടെ കോമ്പൗണ്ട് വേർഡിന്റെ എക്സാമ്പിൾ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പറയാമോ? വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. ടേബിൾ ക്ലോത്ത് അല്ലെ. ടേബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്, ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ടേബിൾ ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് വേർഡ് കിട്ടി. ശരിയല്ലേ? അതേപോലെ തന്നെ ഈ പ്രിഫിക്സും സഫിക്സ് ഒക്കെ വരുന്ന കേസുകളുണ്ടല്ലോ, അത് മിക്കവാറും കോമ്പൗണ്ട് വേർഡ് ആവില്ല കേട്ടോ. ഓക്കെ, പ്രിഫിക്സ് സഫിക്സ് അപ്പൊ നോക്കാം, അതിന് കംപ്ലീറ്റ് മീനിങ് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം അത് കോമ്പൗണ്ട് വേർഡ് ആവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതൊക്കെ സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇവിടെ ഒന്നും ആരും മാർക്ക് കളയരുത് കേട്ടോ. നമ്മുടെ പ്രിഫിക്സിന്റെയും സഫിക്സിന്റെയും അതേപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ്, ഇതൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ വൊക്കാബുലറി പോർഷൻസ് ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പൗണ്ട് നൗൺ. അപ്പോ ചോദ്യം ശ്രദ്ധിക്കണം. ഇവിടെ കോമ്പൗണ്ട് വേർഡ് എന്നല്ല ചോദിച്ചിട്ടുള്ളത്, കോമ്പൗണ്ട് നൗൺ. നൗൺ നിങ്ങൾക്ക് അറിഞ്ഞൂടെ അല്ലെ? ഒരു നാമം, നാമത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നാമം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പൗണ്ട് നൗൺ അല്ലാത്തത് ഓക്കെ ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഹോഴ്സ് പവർ, കുതിരശക്തി അല്ലെ. ഹോഴ്സ് പവർ എന്ന് പറയുമ്പോൾ കുതിരശക്തി, അതൊരു നൗൺ ആണ്. അതേപോലെ തന്നെ കോമ്പൗണ്ട് നൗൺ ആണ്, കാരണം ഹോഴ്സ് എന്നുള്ള വാക്കുണ്ട്, പവറും ഉണ്ട് അല്ലെ. അപ്പൊ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ കുതിരശക്തി, അതൊരു നൗൺ ആണ്. മാസ്റ്റർ പീസ്, മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ മാസ്റ്റർ എന്നുള്ള വേർഡും ഉണ്ട്, പീസ് എന്നുള്ള ഒരു വേർഡും ഉണ്ട്. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാല് എന്താണ്? അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നൗൺ എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നതാണ് അല്ലെ. ഒരു നാമമാണ്. മാസ്റ്റർ പീസ് എന്നൊക്കെ പറയുന്ന നാമമാണ്. അവിടെ ക്രിയ ഒന്നും ചെയ്യുന്നില്ല അല്ലെ. മാസ്റ്റർ പീസ് എന്ന് പറയുമ്പോൾ ക്രിയ അങ്ങനെയുള്ള ഒരു മീനിങ് അല്ലല്ലോ വരുന്നത്. ഇനി ഷൂ മേക്കർ, ചെരുപ്പ് കുത്തി എന്നൊക്കെ പറയുന്നത് എന്താ? അതൊരു നൗൺ ആണ്, നാമമാണ്. ഷൂ മേക്കർ, അതും ഒരു നാമമാണ്. അപ്പൊ ഈ ഹോഴ്സ് പവറും മാസ്റ്റർ പീസും ഷൂ മേക്കർ എന്നൊക്കെ പറയുന്നത് കോമ്പൗണ്ട് നൗണിന്റെ എക്സാമ്പിളുകളാണ് അല്ലെ. ഇനി ക്രോസ് എക്സാമിൻ,
എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നാമമാണോ? ക്രോസ് എക്സാമിൻ ചെയ്യുക അല്ലെ? അതൊരു ക്രിയയാണ്, വെർബാണ്. ക്രോസ് എക്സാമിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ വെർബ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ ക്രോസ് എക്സാമിൻ എന്ന് പറയുന്നതാണ് കോമ്പൗണ്ട് നൗൺ അല്ലാത്തത്. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കോണം. എക്സാമിന് ഇരിക്കുമ്പോ കോമ്പൗണ്ട് നൗൺ ഏത് എന്നുള്ള രീതിയിൽ ആൻസർ ചെയ്യരുത്. ശരിക്കും നോക്കുക കേട്ടോ. നോട്ട് എ കോമ്പൗണ്ട് നൗൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇവിടുത്തെ എക്സാമ്പിൾ വാട്ട് ഇസ് ഇറ്റ്? ക്രോസ് എക്സാമിൻ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് കയറാം. നെക്സ്റ്റ് വൺ, ഫൈൻഡ് ഔട്ട് ദി കോമ്പൗണ്ട് വേർഡ് ഇൻ ദി സെന്റൻസ് സ്ട്രോബെറീസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. അപ്പൊ ഇവിടെ നമുക്കൊരു സെന്റൻസ് കൊടുത്തിട്ട്, ഇതെല്ലാം PYQ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ നമുക്കൊരു സെന്റൻസ് കൊടുത്തിട്ട് ഇതിനകത്ത് ഏതാണ് കോമ്പൗണ്ട് വേർഡ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാ കണ്ടുപിടിക്കുക? നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റണം, എന്നാൽ അതിന് ഫുൾ കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവണം അല്ലെ? അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? സ്ട്രോബെറീസ് ആണ് അല്ലെ? സ്ട്രോബെറീസ് ആണ്. ഓക്കെ, സ്ട്രോ എന്നുള്ള വാക്കും ഉണ്ട്, ബെറീസും ഉണ്ട്, കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നുണ്ട്. അപ്പോ ഈ രണ്ട് വാക്കുകൾ കൂടി ചേർന്നപ്പോ നമുക്ക് പുതിയൊരു വേർഡ് ഫോം ചെയ്തു. അതിനൊരു ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ്ങും ആണ് വന്നിട്ടുള്ളത് അല്ലെ? അപ്പോ ഇവിടുത്തെ ആൻസർ എന്താണ്? സ്ട്രോബെറീസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? അതൊരു കോമ്പൗണ്ട് വേർഡ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? കോമ്പൗണ്ട് നൗൺ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നാമം എന്നുള്ള രീതിയിലായിരിക്കണം, ക്രിയ എന്നുള്ള രീതിയിൽ വരരുത്. അതൊരു നാമം എന്നുള്ള രീതിയിലായിരിക്കണം. രണ്ട് വാക്കുകളോ രണ്ടോ അതിലധികമോ വാക്കുകളൊക്കെ കൂടി ചേരുമ്പോ ആ വാക്കുകളൊക്കെ ഒരു നൗൺ ഫോമിലായിരിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, റിറൈറ്റ് ദി ഫോളോയിങ് കോമ്പൗണ്ട് വേർഡ്. എ ഗേൾ വിത്ത് എ ക്വിക്ക് വിറ്റ്. ഇതിനൊന്ന് റിറൈറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ പറയാ? ക്വിക്ക് വിറ്റഡ് ഗേൾ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ക്വിക്ക്, പിന്നെ വിറ്റഡ് ഗേൾ. ക്വിക്ക് വിറ്റഡ് ഗേൾ. അടുത്ത് നോക്കാം. ഹോളിഡേ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് വേർഡ്. ഹോളിഡേ, ഹോളി ഡേ. എന്താണ് ഹോളിഡേ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഇസ് എന്ത് വേർഡ് ആണത്? കോമ്പൗണ്ട് വേർഡ് ആണ് അല്ലെ? ഹോളി എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേർഡും ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടി? ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ വേർഡ് കിട്ടി, വിച്ച് ഹാസ് ഗോട്ട് ഡിഫറെന്റ് മീനിങ് അല്ലെ? അപ്പൊ ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? കോമ്പൗണ്ട് വേർഡിന്റെ എക്സാമ്പിൾ ആണ്. കിട്ടുന്നുണ്ടല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. സെലക്ട് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി ഫോളോയിങ്. ഇതിനകത്തുനിന്ന് കോമ്പൗണ്ട് വേർഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മൾ എക്സാം ഹോളിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെയുള്ള ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ഡൗട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അയ്യോ ഇത് നമുക്ക് അറിയാത്ത കുറെ വാക്കുകൾ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ജസ്റ്റ് ഒരു കോമൺ സെൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഗുഡ് സെന്റഡ്. ഈ സെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സുഗന്ധം അല്ലെ? പിന്നെ അതിന്റെ ഫ്രണ്ടിൽ ഒരു ഗുഡ് ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഗുഡ് സെന്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ മീനിങ് ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു രീതിയിൽ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് ആൻസറിനെ എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലാവുന്നില്ലേ? ബട്ടർ ഗീ. ഗീ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബട്ടർ ഉണ്ട് എന്നുള്ളൊരു മീനിങ് അല്ലേ? ആ ഒരു മീനിങ് അല്ലേ അവിടെ വരുന്നത്. പിന്നെ അവിടെ നമ്മൾ ബട്ടർ ഗീ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ഗീ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി ആ ഒരു ബട്ടർ ഉണ്ട് എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. സോ നമുക്ക് ഇതിനകത്തുള്ള നാലാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ബട്ടർ ഗീനെയും എലിമിനേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ? ഗുഡ് സെന്റഡ് ആണെങ്കിലും ബട്ടർ ഗീനെയും നമുക്ക് ഇതിന് എലിമിനേറ്റ് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിയേ, റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ എപ്പോഴെങ്കിലും റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാറുണ്ടോ? എന്താ പറയാ? എന്താ പറയുന്നേ? റിട്ടൺ സ്റ്റേറ്റ്മെന്റ് അല്ലെ? റിട്ടൺ സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാ. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഏതിനെ എലിമിനേറ്റ് ചെയ്യാം? റൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റിനെ എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? എന്താണ്? ഹൈപ്പോത്തിക്കേഷൻ ഡീഡ് ആണ് കേട്ടോ. നമ്മുടെ ആൻസർ ഇട്ട് ഓപ്ഷൻ സി ആണ്. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആൻസർ ഇപ്പൊ നമുക്ക് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആൻസർ എന്നല്ല, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇതേപോലെ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് കുറെയൊക്കെ എടുത്ത് എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ വൊക്കാബുലറി ഒരുവിധപ്പെട്ട എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തേക്ക് കയറാം. ചൂസ് ദി കോമ്പൗണ്ട് വേർഡ് ഫ്രം ദി വേർഡ്സ് ഗിവൺ ബിലോ. ടീച്ചർ, ക്ലാസ് റൂം, പുട്ട് ഓൺ, ആഡ്വർബ്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക? പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? ക്ലാസ് റൂം ആണ് അല്ലെ? ക്ലാസ് റൂം ആണ്. ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡും ഉണ്ട്, റൂം എന്ന് പറഞ്ഞിട്ടുള്ള വേർഡും ഉണ്ട്. സോ ദാറ്റ് മീൻസ് എന്താണ് നമ്മുടെ ആൻസർ? ക്ലാസ് റൂം എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വേർഡ് നമുക്ക് കിട്ടി. അതാണ് ഇവിടുത്തെ കോമ്പൗണ്ട് വേർഡ്. ശരിയല്ലേ? ആർട്സ് കോളേജ് ഇസ് എ ഡാഷ് വേർഡ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ? നമ്മൾ ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് വേഗം ആൻസർ കിട്ടിയിട്ടുണ്ടാവും.
എന്താണ് കോമ്പൗണ്ട് വേർഡ് ആണ്, ആർട്സ് എന്നുള്ള മീനിങ് ഉണ്ട്, അതേപോലെ തന്നെ കോളേജ് എന്നുള്ള മീനിങ് ഉണ്ട് അല്ലെ. ഈ രണ്ട് വേർഡ്സുകൾ കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? ആർട്സ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് വേർഡ് കിട്ടി. ഇത് ഏത് കോമ്പൗണ്ട് വേർഡാ? ഹൈഫിനേറ്റഡ് ആണോ? അല്ല അല്ലെ. ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? ഇത് ഏതാണ്? വേഗം പറഞ്ഞേ. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് ആണോ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് ആണോ? നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, നോക്കട്ടെ എത്ര പേര് കറക്റ്റ് ആക്കും നോക്കട്ടെ. ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി ഐഡന്റിഫൈ ദി കോമ്പൗണ്ട് വേർഡ്. ഐ എൻജോയ് വാച്ചിങ് ദി സൺറൈസ്. ഇതിൽ ഏതാണ് കോമ്പൗണ്ട് വേർഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. എന്താണ്? സൺറൈസ് ആണ്. സൺ എന്നുള്ള വേർഡും ഉണ്ട്, റൈസ് എന്നുള്ളൊരു വേർഡും ഉണ്ട്. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോ നമുക്ക് സൺറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂ വേർഡ് കിട്ടി അല്ലെ. ഓക്കെ, അപ്പൊ സണ്ണിന് കംപ്ലീറ്റ് മീനിങ് ഉണ്ട്, റൈസിനും കംപ്ലീറ്റ് മീനിങ് ഉണ്ട്, പുതിയ വേർഡിനും മീനിങ് ഉണ്ട്, സൺറൈസ്. ഓക്കെ, സോ ഇവിടുത്തെ കോമ്പൗണ്ട് വേർഡ് ഇറ്റ് ഇസ് സൺറൈസ്. സൺറൈസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് ഈ പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്സും പിന്നെ നമ്മുടെ പ്രിഫിക്സ്, സഫിക്സ്, പിന്നെ ഏതാണല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വൊക്കാബുലറി പോർഷൻസ് ഒക്കെ എല്ലാവരും ക്ലാസ് ഒക്കെ ഫുൾ കാണുക. നമ്മളൊരു സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ക്ലാസ് എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ കമന്റ് ചെയ്യാൻ ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.